So for അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 6th ക്വസ്റ്റ്യൻ 0.2 0.22 0.222 0. അങ്ങനെയൊക്കെ. സോ അപ്പൊ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഇവിടെ A1 ഇവിടെ എത്ര A2. അപ്പൊ നോക്കേ 0.22 ൽ നിന്നും 0.2 കുറയ്ക്കുക. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഈ ഡിഫറൻസ് നമുക്ക് 0.02 എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത ഈ ഡിഫറൻസ് എടുക്കണ്ടേ, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് A3 മൈനസ് A2. A3 എത്രയാണ് 0.222 മൈനസ് A2 എത്ര 0.22. അപ്പൊ ഇവിടെ എന്ത് കിട്ടും 0.002. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് 0.002 ആണ്. സോ ഡിഫറൻസ് ഈസ് നോട്ട് സെയിം, therefore this is not AP. അപ്പൊ ഇത് AP അല്ലെന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ അപ്പൊ അടുത്ത് നോക്കി 7th ക്വസ്റ്റ്യൻ. ഇവിടെ A1 ഇവിടെ എത്ര A2 ഇവിടെ എത്രയാ A3. അപ്പൊ നമുക്ക് A2 മൈനസ് A1 ചെയ്ത് നോക്കാം. A2 എത്ര -4. ശ്രദ്ധിക്കണം, എളുപ്പമാണെന്ന് നമ്മൾ തെറ്റിക്കരുത്. A2 എത്ര -4 മൈനസ് A1 എത്ര 0, therefore എത്ര -4. ഇവിടെ എന്തോ വരും -4. ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് A3 മൈനസ് A2 അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ മൈനസ് A3യുടെ വാല്യൂ ഇട്ട് കൊടുക്കണം -8. ഈ മൈനസ് സൈൻ അവിടെ ഇടാൻ മറക്കരുത്. മൈനസ് A2 എന്താ -4, therefore ഇങ്ങനെ കൊടുക്കണം. So -8 plus 4, that is again -4. So ഇവിടെ രണ്ടിടത്തും -4 ആണ്. D is equal to -4. Therefore this is AP. Common difference ആണ്, AP ആണ്. Next terms എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എഴുതാം next 3 terms is equal to, ഇതിന്റെ കൂടെ -4 ആഡ് ചെയ്യുമ്പോൾ എത്ര -12 ഉണ്ട് ഓൾറെഡി. ലാസ്റ്റ് ടൈം -12 ആ കിടക്കുന്നത്, ഇനി 3 എണ്ണം കൂടെ വേണം. സോ വീണ്ടും -4 ആഡ് ചെയ്യുമ്പോൾ -16 -20 -24. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ 8th ടേം. ഇവിടെ എല്ലാ ടേംസും ഈക്വൽ ആ. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ഡിഫറൻസ് 0 ആയിരിക്കും അല്ലെ. ഇതിനകത്ത് ഇത് കുറച്ചാൽ എന്തായിരിക്കും 0, ഇതിന് ഇത് കുറച്ചാൽ എന്തായിരിക്കും 0. കാര്യം ടേംസ് എല്ലാം ഈക്വൽ ആ. സോ അപ്പൊ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 0, therefore this is AP. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇത് എല്ലാ ടേംസും ഈക്വൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് -2 നിന്ന് -1/2 നിന്ന് -1/2 കുറച്ചാൽ എന്ത് തന്നെ കിട്ടും 0 കിട്ടും. സോ ദിസ് ഈസ് AP എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതണം നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാല് അടുത്ത എന്താണ്, ഇത് തന്നെ വരും -1/2 -1/2 -1/2. കാര്യം ഡിഫറൻസ് 0 ആയി. ഈ 0 ആഡ് ചെയ്ത് പോയാൽ അത് തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ 9th 13927. ഇത് കാണുമ്പോ തന്നെ അറിയാം നമുക്ക്. നോക്കേ 9 - 3 എത്ര വരുന്നുണ്ട് നമുക്ക് 6. സോ ഡിഫറൻസ് ഈസ് നോട്ട് സെയിം. ദിസ് ഈസ് നോട്ട് AP എന്ന് എഴുതിയാൽ മതി. ക്ലിയർ? കാരണം എന്തുവാ, A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ 2ഉം A3 മൈനസ് A2 എന്താണ് 6ഉം വരും. ഓക്കെ, അപ്പൊ ഇതെന്തല്ല AP അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ 10th ക്വസ്റ്റ്യൻ A 2A 3A 4A. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാര്യം എന്താ, 2A A കുറച്ചാ A, 3A 2A കുറച്ച എത്ര A. Therefore this is AP. ഡിഫറൻസ് എത്രയാണ് A, അല്ലെങ്കിൽ D is equal to എത്ര A ആണ് ഡിഫറൻസ്. സോ അപ്പൊ അടുത്ത ടേംസ് എന്തൊക്കെയായിരിക്കും, നെക്സ്റ്റ് ടേംസ് ഇവിടെ എഴുതാം. നെക്സ്റ്റ് 3 ടേംസ് ഏതൊക്കെയായിരിക്കും, ഇതിനൂടെ വീണ്ടും ഒരു A ആഡ് ചെയ്യുമ്പോൾ 5A, വീണ്ടും 6A, വീണ്ടും എന്തായിരിക്കും 7A. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ A² A³. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് A2 മൈനസ് A1 സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാല് A² മൈനസ് A എന്ന് ഇടാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് A3 മൈനസ് A2, ദാറ്റ് ഈസ് A³ മൈനസ് A². അങ്ങനെ ഇടാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെന്തല്ല, ഈക്വൽ അല്ല. Therefore this is not AP. This is not AP. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഫസ്റ്റ് ടൈം A1, സെക്കൻഡ് ടൈം എന്തുവാ A2, തേർഡ് ടൈം A3, ഫോർത്ത് ടൈം A4. ഓക്കെ,
സോ അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, a2 മൈനസ് a1. അപ്പൊ ഇവിടെ വളരെ ശ്രദ്ധിക്കണം, a2 മൈനസ് a1 ചെയ്യുമ്പോൾ a2 എന്താ √8 മൈനസ് a1 എത്ര √2. ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി വെച്ചിട്ട് പോവരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഈ √8നെ ചെറുതാക്കി നോക്കണം. എന്താ നോക്കേ, 8നെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4 2s are 8, 2 2s are 4. സോ നമുക്ക് 8നെ 2 into 2 into 2 എന്ന് എഴുതാമെങ്കിൽ √8നെ √2 into 2 into 2 എന്ന് എഴുതാം. ഇവിടെ രണ്ടെണ്ണം ഉള്ളത് ഒരെണ്ണം പുറത്തെടുക്കുമ്പോൾ √8 is equal to 2√2. മനസ്സിലായോ? സോ അപ്പം ഇവിടുത്തെ √8 വരും 2√2 മൈനസ് √2. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതിന്റെ അർത്ഥം വെറും √2 എന്നല്ല 1√2 എന്ന്. അപ്പൊ 2√2 എന്ന് 1√2 കുറയ്ക്കുമ്പോൾ എത്ര, 1√2, ദാറ്റ് ഈസ് √2. സോ ഇവിടുത്തെ ഡിഫറൻസ് ഈസ് √2. ക്ലിയർ? അടുത്ത നമുക്ക് എന്ത് വേണ്ട, a3 മൈനസ് a2. a3 മൈനസ് a2 ചെയ്ത് നോക്കുമ്പോൾ √18 മൈനസ് √8. √18 വീണ്ടും നമ്മൾ ചെയ്ത് നോക്കണം. അതാണ് നോക്കേ, 18 എങ്ങനെയാ, 2 കൊണ്ട് 9, 3 കൊണ്ട് 3. therefore നമുക്ക് എഴുതാം 18 is equal to 2 into 3 into 3. √18 is equal to √2 into 3 into 3. ഈ രണ്ടെണ്ണം ഒരുപോലുള്ളതിനകത്ത് ഒരെണ്ണം പുറത്തെടുക്കാം, 3√2. അപ്പൊ നമുക്ക് ഇവിടെ √18 വരും 3√2 മൈനസ് √8 വരെ എന്ത് എഴുതാം, 2√2 എഴുതാം. സോ നോക്കെ, 3√2 നിന്നും 2√2 കുറച്ചാൽ ആൻസർ എത്ര, √2. സോ ഇവിടുത്തെ ഡിഫറൻസും √2. ഓക്കെ ആണല്ലോ? സോ അപ്പൊ ഇത് ഇത്രയും പോസ് ചെയ്തതിനു ശേഷം ഇത്രയും ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ രണ്ട് ഡിഫറൻസും എത്രയാണ്, ഈക്വൽ. therefore ഡിഫറൻസ് d is equal to √2. this is AP. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണ്ടേ? നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് 3 ടേംസ്, അതായത് √32 കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം √2 ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചുമ്മാ വെച്ചാൽ പോരാ, √32 എന്തോന്ന് കണ്ടുപിടിക്കണം. അപ്പം 32 നോക്കേ, √32 എന്തോന്ന് കണ്ടുപിടിക്കാൻ അല്ല, √32 കുറച്ചുകൂടെ മിനിമൈസ് ചെയ്തണം. 2 കൊണ്ട് 16, 2 കൊണ്ട് എത്ര 8, 2 കൊണ്ട് എത്ര 4, 2 കൊണ്ട് എത്ര 2. ഓക്കെ, അപ്പൊ 32 is equal to 2 into 2 into 2 into 2 into 2. അപ്പൊ √32 is equal to √5. ഓക്കെ, സോ √32 is equal to, നമുക്ക് ഇതിനകത്ത് രണ്ടെണ്ണം ഉള്ളതിന് ഒരെണ്ണത്തിന് പുറത്തെടുക്കാം. ഇവിടുന്ന് 2, ഇവിടുന്ന് 2. സോ 2 into 2 into എത്ര, √2, ദാറ്റ് ഈസ് 4√2 എന്ന് കിട്ടും. സോ അപ്പൊ നോക്കിക്കേ, √32നെ നമുക്ക് എങ്ങനെ എഴുതാം, 4√2. സോ ഇവിടെ എന്ത് എഴുതാം, 4√2 പ്ലസ് √2 is equal to എത്ര, 5√2. അപ്പൊ ഒരു ടേം കിട്ടി നമുക്ക് 5√2. അടുത്തൊരു ടേം ആണ് 5√2. ഇനി 5√2 കൂടെ ഒരു √2 കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും, 6√2. 6√2 കൂടെ ഒരു √2 കൂടെ ആഡ് ചെയ്ത് എത്ര, 7√2. ഓക്കെ, അപ്പൊ മൊത്തം ടേംസും കിട്ടി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് √2 എന്ന് കിട്ടി. ലാസ്റ്റ് ടൈം √32 ആ. അപ്പൊ ആ √32 കൂടെ √2 ആഡ് ചെയ്യണം. √32നെ മിനിമൈസ് ചെയ്ത് 4√2 ആക്കി, √2 ആഡ് ചെയ്തപ്പോൾ 5√2, പിന്നെ 6√2, 7√2. അപ്പൊ നമ്മൾ അവസാനം എന്തെടുത്ത് എഴുതണം, നെക്സ്റ്റ് 3 ടേംസ് എന്താണ്, 5√2, 6√2, 7√2. ഓക്കെ, അടുത്ത 13th ക്വസ്റ്റ്യൻ ആണ്. √3, √6, √9. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 3 എന്നാക്കാം. ഓക്കെ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് വേണമെങ്കിൽ നമുക്ക് 2√3 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇതിനെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പൊ നോക്കി, ഇവിടുന്ന് ഡിഫറൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഡിഫറൻസ് എടുത്താൽ എന്തല്ല, ഈക്വൽ ആവത്തില്ല. സോ ദിസ് ഇസ് നോട്ട് AP. ഓക്കെ, അതൊക്കെ തന്നെ ഇവിടെ നോക്കേ, 1 സ്ക്വയർ, അടുത്ത ക്വസ്റ്റ്യൻ 1 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ. 1 സ്ക്വയർ 1, 3 സ്ക്വയർ 9, 5 സ്ക്വയർ 25, 7 സ്ക്വയർ 49. ഈ ഡിഫറൻസ് എത്ര, 8. ഈ ഡിഫറൻസ് എത്ര വരും, 16. എന്തായാലും ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. therefore this is not AP. ഇത് രണ്ടും എന്തല്ല, AP അല്ല. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടു, 1 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ. ഇത് കണ്ടെന്ന് കരുതി ചാടി കയറി ഇത് AP അല്ലെന്ന് എഴുതി വെക്കരുത്. ശ്രദ്ധിച്ചോണം. 1 സ്ക്വയർ 1, 5 സ്ക്വയർ 25, 7 സ്ക്വയർ 49, 73 എക്സെട്ര. ഇവിടുത്തെ ഡിഫറൻസ് 24 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എത്ര വരും,
24. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 24 ആണ്. Therefore എന്തെന്ന് എഴുതണം? This is AP and D is equal to എത്ര? 24. അപ്പൊ നെക്സ്റ്റ് 3 ടേംസ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് 3 ടേംസ് 73 24 ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 97. വീണ്ടും 24 ആഡ് ചെയ്യുമ്പോൾ 121. വീണ്ടും 24 ആഡ് ചെയ്യുമ്പോൾ 145. നമ്മൾ അങ്ങനെ AP യുടെ 5.1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. ഇതുവരെയുള്ള ടോപ്പിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൊത്തം സംഭവങ്ങളും എഴുതിയെടുത്ത് നല്ലപോലെ പഠിക്കുക. ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് സാധാരണ ചെയ്യാറില്ല. അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡായിരിക്കും. സോ അപ്പൊ അതുകൊണ്ട് ആ ഒരു മൈൻഡോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത ടോപ്പിക്കുകൾ കാണുക. നമ്മളിപ്പോൾ ഈ എടുത്തൊരു ക്ലാസ് നല്ല രീതിയിൽ എഴുതി പഠിക്കുന്നവർക്ക് അടുത്ത ടോപ്പിക്ക് ഈസി ആയിരിക്കും. സോ അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുക. താങ്ക് യു.